Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ കൊറ്റിയിലെ ഫാൻ സൂപ്പർമാർക്കറ്റിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കൾ പിടികൂടി. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. പയ്യന്നൂർ കൊറ്റിയിൽ വീട്ടിൽ നിർത്തിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് നേരെയുണ്ടായ അക്രമത്തിനെതിരെ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. കൊറ്റി വാടിപ്പുറത്തെ ഷാഹുൽ ഹമീദിന്റെ ഓട്ടോറിക്ഷയാണ് അക്രമത്തിനിരയായത്. ഇത് 2ാം തവണയാണ് ഷാഹുൽ ഹമീദിന്റെ ഓട്ടോറിക്ഷ ആക്രമിക്കപ്പെടുന്നത്. ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തൃക്കരിപ്പൂരിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITV നേതൃത്വത്തിൽ ഓട്ടോ ചങ്ങല തീർത്തു. കർഷക തൊഴിലാളി ഫെഡറേഷൻ മാടായി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ കൊറ്റിയിലെ ഫാൻ സൂപ്പർമാർക്കറ്റിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കൾ പിടികൂടി. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. പയ്യന്നൂർ കൊറ്റിയിലെ ഫാൻ സൂപ്പർമാർക്കറ്റിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കൾ പിടികൂടി. പ്ലാസ്റ്റിക് വസ്തുക്കളും ഡിസ്പോസിബിൾ ഇനങ്ങളിലുമായി 7500 ഡിസ്പോസിബിൾ ഗ്ലാസ്, 7000-ഓളം ഡിസ്പോസിബിൾ പ്ലേറ്റ്, 1750 പ്ലാസ്റ്റിക് സ്പൂൺ, 2300 പ്ലാസ്റ്റിക് സ്ട്രോ, 2100 പേപ്പർ ഇല, 4300 പ്ലാസ്റ്റിക് ബൗൾ, കുപ്പിവെള്ളം 300 ml 510 എണ്ണം തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ AV മധുസൂദനന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ M രേഖ, OK ശ്യാംകൃഷ്ണൻ, KV അജിത എന്നിവരടങ്ങിയ സ്ക്വാഡിന്റെ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ശേഖരം പിടികൂടിയത്. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ KV ലളിതയും നഗരസഭാ സെക്രട്ടറി MK ഗിരീഷും അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം കൊറ്റി പ്രദേശത്ത് പല സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയപ്പോൾ കൊറ്റി ഫാൻസ് സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാപനം വലിയ തോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും അവിടെ കെട്ടിക്കിടക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അത് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. ഇത് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു പാഠമാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നഗരസഭയുമായിട്ട് നല്ല നിലയിൽ സഹകരിക്കാൻ തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ കൊറ്റിയിൽ വീട്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് നേരെയുണ്ടായ അക്രമത്തിനെതിരെ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. കൊറ്റി വാടിപ്പുറത്തെ ഷാഹുൽ ഹമീദിന്റെ ഓട്ടോറിക്ഷയാണ് അക്രമത്തിനിരയായത്. ഇത് 2ാം തവണയാണ് ഷാഹുൽ ഹമീദിന്റെ ഓട്ടോറിക്ഷ ആക്രമിക്കപ്പെടുന്നത്.
തൊഴിലാളികളെ നിലനിർത്താൻ നടപടി വേണം പോലീസ്, നടപടി വേണം പോലീസ്, നടപടി വേണം പോലീസ്, നടപടി വേണം പോലീസ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഓട്ടം കഴിഞ്ഞ് വീട്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. പയ്യന്നൂർ കൊറ്റി വാടിപ്പുറത്തെ ഷാഹുൽ ഹമീദിന്റെ KL 86B4988 നമ്പർ ഓട്ടോറിക്ഷയാണ് അക്രമത്തിനിരയായത്. ഇത് രണ്ടാം തവണയാണ് ഷാഹുൽ ഹമീദിന്റെ ഓട്ടോറിക്ഷ ആക്രമിക്കപ്പെടുന്നത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി CITU ഓട്ടോ ഏരിയ സെക്രട്ടറി UV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അക്രമം എന്ന് പറഞ്ഞാൽ ചെറിയ അക്രമമല്ല. നേരത്തെ തന്നെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം നേരെയാക്കിയെടുക്കുന്നതിന് വലിയ തുക ചെലവഴിച്ചാണ് വീണ്ടും ആ വണ്ടി റോഡിലിറക്കിയത്. രണ്ടാമത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങളാരെയും കാണാതെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രണ്ട് സംഭവങ്ങൾക്ക് ശേഷമാണ്, രണ്ട് വാക്തർക്കങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് സംഭവങ്ങളും നടന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. PV പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. MB പ്രഭാകരൻ, KV ചന്ദ്രൻ, MD രാജേന്ദ്രൻ, K ചന്ദ്രൻ, K ബിജു തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളിയുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കിയ സാമൂഹ്യവിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലായാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലായാണ് മാലിന്യങ്ങൾ വ്യാപകമായി തള്ളുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകെട്ടുകളിലുമായാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളും ധാരാളമായുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങളും മാംസമാലിന്യവുമുള്ളതിനാൽ തെരുവുനായ ശല്യവും ഈ പ്രദേശത്ത് വ്യാപകമാണ്. ഇത് കാൽനടയാത്രക്കാർക്കും ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കും ഉൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. റോഡിന് സമീപത്തെ അലക്യം തോട്ടിലേക്ക് വരെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടാൻ CCTV ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല. മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടാൻ പോലീസ് പട്രോളിംഗ് കർശനമാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്നു തന്നെ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടി തക്കതായ ശിക്ഷ നടപ്പാക്കണമെന്നും പൊതുജനങ്ങൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൃക്കരിപ്പൂരിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോ ചങ്ങല തീർത്തു. CITU ജില്ലാ സെക്രട്ടറി PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ DYFI ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തൃക്കരിപ്പൂരിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഓട്ടോ ചങ്ങല തീർത്തു. CITU ജില്ലാ സെക്രട്ടറി PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. K ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം സിദ്ദുലാൽ സംസാരിച്ചു. PV സജിത്ത്, P ഭാസ്കരൻ, CK സനീഷ്, T അബ്ദുള്ള, BP സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കർഷക തൊഴിലാളി ഫെഡറേഷൻ മാടായി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ഫെഡറേഷൻ മാടായി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, പെൻഷൻ ഉപാധിരഹിതമായി നൽകുക, 3000 രൂപ പെൻഷൻ നൽകുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ 600 രൂപ കൂലിയും 200 തൊഴിൽ ദിനങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. T പത്മനാഭൻ അധ്യക്ഷനായി. PV ദാമോദരൻ, രേഷ്മ പരാഗൻ, വിവേക് വാടിക്കൽ, T ഉത്തമൻ, ഗോപി പട്ടുവം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ ലീഗ് ജനപ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകളാകെ ഇല്ലാതാക്കാൻ സർക്കാരിന്റെ ഗൂഢനീക്കം തിരിച്ചറിയുക നാട്ടാരെ.
തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന കേരള സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ ജനുവരി 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി സത്താർ വടക്കുംപാട് ധർണ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയാണ് സർക്കാർ. സാഹിത്യത്തിൽ ഇതുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2.5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. എക്സ്പെൻഡിച്ചർ സംസ്ഥാനത്താകമാനം 33%. സാധാരണയായി എല്ലാ വർഷങ്ങളിലും ഉദ്യോഗസ്ഥന്മാർ യോഗം വിളിച്ചുകൂട്ടും. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാഷിം കാരോളം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം രജീഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS നജീബ്, ജനപ്രതിനിധികളായ M സൗദ, E ശശിധരൻ, M ഷുക്കൂർ, VP സുനിറ, ഫായിസ് ബീരിച്ചേരി, സാജിദ സഫറുള്ള, KM ഫരീദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS പൊതുസഭ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പൊതുസഭ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS പൊതുസഭ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കുടുംബശ്രീയുടെ അയൽക്കൂട്ടം ADS പ്രവർത്തനം സംബന്ധിച്ച് യോഗം വിലയിരുത്തി. യോഗത്തിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ കുടുംബശ്രീയുടെ അംഗങ്ങൾ അത് നടത്തുന്നു. അതൊരു സ്പർശം അതിനുണ്ടാവും. ആത്മാർത്ഥതയുടെ സത്സംഗത്തിന്റെ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ കാരുണ്യത്തിന്റെ സ്പർശം അത് നമുക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജയ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ, കൗൺസിലർമാരായ M ആനന്ദൻ, P ലത, CDS ചെയർപേഴ്സൺ ലീല, മെമ്പർ സെക്രട്ടറി PK സുരേഷ്, CDS വൈസ് ചെയർപേഴ്സൺ പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വടക്കൻ കേരളത്തിൽ 6 പതിറ്റാണ്ട് കാലം സംഗീത സബര്യ നടത്തിയ ഡോക്ടർ C ഗോപാലകൃഷ്ണൻ എന്ന വേണുമാഷിനെ ശിഷ്യരും സുമനസുകളും ചേർന്ന് ആദരിക്കുന്നു. ജനുവരി 21 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കൻ കേരളത്തിൽ 6 പതിറ്റാണ്ട് കാലത്തോളം സംഗീത സബര്യ നടത്തിയ ഡോക്ടർ C ഗോപാലകൃഷ്ണൻ എന്ന വേണുമാഷിനെ ശിഷ്യരും സുമനസുകളും ചേർന്ന് ആദരിക്കുന്നു. കേരളത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമായി അനേകം ശിഷ്യസമ്പത്തിന് ഉടമയായ വേണുമാഷ് ചലച്ചിത്ര പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ജനുവരി 21 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ആദരം ചടങ്ങ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിക്കും. ചടങ്ങിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, കരിവെള്ളൂർ മുരളി എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ദാമോദരൻ വെള്ളോറ, ഡോക്ടർ M രാജീവൻ, KP മനോജ് തുടങ്ങിയവർ സംസാരിക്കും. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ M രാജീവൻ, ദാമോദരൻ വെള്ളോറ, MT അന്നൂർ, സനീഷ്, TK അശോകൻ, M ജനാർദ്ദനൻ, മണികണ്ഠദാസ്, റാംജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൂർണ്ണമായും ഉണങ്ങി ഏത് നിമിഷവും പൊട്ടിവീഴാറായ തണൽമരം അപകട ഭീഷണി ഉയർത്തുന്നു. തങ്കയം ആശുപത്രിക്ക് മുന്നിലാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത്. തങ്കയം ആശുപത്രിക്ക് മുന്നിലാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി പൊട്ടിവീഴാറായ തണൽമരം നിൽക്കുന്നത്. ഏത് നിമിഷവും വീഴാൻ പാകത്തിൽ നിൽക്കുന്ന മരത്തിന് സമീപത്താണ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ്. മരത്തിന്റെ ഉണങ്ങിയ ചില്ലകൾ വീണ പല വണ്ടികൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മരം മുറിച്ചു മാറ്റാൻ നടപടി മാത്രം ഉണ്ടായില്ല. ഉണങ്ങിയ കമ്പുകൾ ഇപ്പോഴും നമ്മൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മേലെ വീഴുകയും ചില വണ്ടികൾക്ക് ടോപ്പിന് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണുമെന്ന് ബന്ധപ്പെട്ടവർ അഭ്യർത്ഥിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
BKMU കർഷക തൊഴിലാളി ഫെഡറേഷൻ പയ്യന്നൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബാബു ഉദ്ഘാടനം ചെയ്തു. BKMU കർഷക തൊഴിലാളി ഫെഡറേഷൻ പയ്യന്നൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, പെൻഷൻ ഉപാധിരഹിതമായി നൽകുക, 3000 രൂപ പെൻഷൻ നൽകുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ 600 രൂപ കൂലിയും 200 തൊഴിൽ ദിനങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പയ്യന്നൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബാബു ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെ ഈ ക്ഷേമനിധിയെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അടിയന്തരമായും 500 കോടി രൂപ ഗ്രാന്റ് നൽകണം എന്ന് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇത്രയും തുക ഈ സർക്കാർ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാസം, സാമ്പത്തികമായുള്ള ഞെരുക്കം, ആ സാമ്പത്തികമായ ഞെരുക്കോ ഒക്കെ തന്നെ ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. P. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VT വിജയൻ, NP ഭാസ്കരൻ, M. ശ്രീജിത്ത്, KV പത്മനാഭൻ, PP വനജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ സ്ഥാപക സെക്രട്ടറി KP കുഞ്ഞിരാമ പൊതുവാളുടെ 50ാം ചരമവാർഷികം സ്റ്റോർ ഓഫീസിൽ നടന്നു. സ്റ്റോർ പ്രസിഡന്റ് K. ജയരാജ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ സ്ഥാപക സെക്രട്ടറി KP കുഞ്ഞിരാമ പൊതുവാളുടെ 50ാം ചരമവാർഷികം സ്റ്റോർ ഓഫീസിൽ നടന്നു. സ്റ്റോറിൽ നടന്ന പുഷ്പാർച്ചനയിൽ സ്റ്റോർ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു. സ്റ്റോർ പ്രസിഡന്റ് K. ജയരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ സ്ഥാപകനായ KP കുഞ്ഞിരാമ പൊതുവാളുടെ ചരമദിനമാണ്. 1974 ഈ ദിവസമാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. നമുക്കറിയാം KPയെ കുറിച്ച്. ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ശ്രീ KP കുഞ്ഞിരാമ. വൈസ് പ്രസിഡന്റ് KP മോഹനൻ, ഡയറക്ടർമാരായ KV ഭാസ്കരൻ, PV സുരേന്ദ്രൻ, IV മോഹനൻ, അബ്ദുൽ ലത്തീഫ് കോച്ചൻ, KA ഇബ്രാഹിംകുട്ടി, EP ശ്യാമള, KC സ്മിത, AK ശ്രീജ, സ്റ്റോർ ബിസിനസ് മാനേജർ MV ഉണ്ണി, NC അനീഷ്, സ്റ്റോർ സെക്രട്ടറി K. ശരത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവെള്ളൂർ പെരളം സൗത്ത് വാർഷിക സമ്മേളനം ഓണക്കുന്ന് പെൻഷൻ ഭവനിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി VV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവെള്ളൂർ പെരളം സൗത്ത് വാർഷിക സമ്മേളനം ഓണക്കുന്ന് പെൻഷൻ ഭവനിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി VV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടില് എല്ലാം ഫ്രീ ആണ് എന്നൊക്കെ ഒരാൾ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വലിയ ധാരണ ആ കാര്യത്തെ സംബന്ധിച്ചില്ല. അവിടെ റേഷനറി ഫ്രീ ആണ്, വസ്ത്രം ഫ്രീ ആണ്, ഭക്ഷണം ഫ്രീ ആണ് എന്നൊക്കെ നമ്മുടെ സമ്മേളനത്തിൽ ഒരു വലിയ അവതരിപ്പിച്ച് കേട്ടു. അതായത് അത് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഒരുപാട് വ്യാപാരം നടത്തുന്നവരുണ്ട്. സീസണിൽ അവരുടെ നാട്ടിൽ പോയി അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളായി ഇപ്പോൾ എഴുതുന്നുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് K. രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി P. ചന്ദ്രൻ മാസ്റ്റർ അനുശോചനവും സംസ്ഥാന സെക്രട്ടറി K. കരുണാകരൻ മാസ്റ്റർ അനുമോദനവും നിർവഹിച്ചു. സെക്രട്ടറി K. സുധാകരൻ റിപ്പോർട്ട് അവതരണവും ട്രഷറർ R. ഗംഗാധരൻ വരവ് ചെലവ് കണക്ക് അവതരണവും നടത്തി. K. സുധാകരൻ മാസ്റ്റർ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, K. കൃഷ്ണൻ മാസ്റ്റർ, A. ലളിതകുമാരി, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, KV നളിനി ടീച്ചർ, C. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. 2024-25 വർഷത്തെ കമ്മിറ്റി തിരഞ്ഞെടുക്കലും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യോഗ ഡോക്ടറേറ്റ് നേടിയ പ്രേമരാജൻ കാന,
നാഷണൽ റഫറിമാരായ സി ലക്ഷ്മണൻ, കെ പി ഷൈജു, ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് ജേതാക്കളായ എം വി ദിനേശൻ, ഇ ഷഫീഖ്, സി എൻ മുരളി എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. സ്റ്റേറ്റ് പവർ ഫെസ്റ്റ് പത്രപ്രകാശന കർമ്മം ടി ഐ മധുസൂദനൻ MLA നിർവഹിച്ചു. അക്കാദമി സ്കൂളിലേക്ക് സംഭാവനയായി നൽകിയ വാട്ടർ പ്യൂരിഫയർ പ്രിൻസിപ്പൽ വേണുഗോപാൽ ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ PA സന്തോഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഡി സുനിൽകുമാർ, വി നന്ദകുമാർ, പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനവും നടന്നു. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. ജനുവരി 12 മുതൽ 18 വരെ നടന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര ചടങ്ങുകൾക്കു പുറമെ വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. സമാപന ദിവസം നടന്ന അന്നദാനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഭജനാമൃതം, അക്ഷരശ്ലോക സദസ്, ശ്രീഭൂതബലി, ഭക്തിഗാന സുധ, നിറമാല, തിടമ്പ് നൃത്തം തുടങ്ങിയവ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ സമാപന ദിവസം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വനം വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരത്തിന് കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറച്ചേരി വൃന്ദാവനത്തിലെ KM ബാലകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 25,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള വനം വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരത്തിന് കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറച്ചേരി വൃന്ദാവനത്തിലെ KM ബാലകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു തൈ നടാം വളർത്താം പദ്ധതിയുമായി മാടായി വിദ്യാഭ്യാസ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സംരക്ഷണ ക്ലാസുകൾ നൽകിക്കൊണ്ട് 2019 അദ്ദേഹം പ്രകൃതി സംരക്ഷണ രംഗത്തേക്ക് കടന്നുവന്നത്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം വളർത്തിയെടുക്കുന്നതിനും അവരുടെ വീട്ടുപറമ്പുകളിൽ വൃക്ഷത്തൈകൾ നട്ടുവളർത്തുന്നതിനും മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു. 25,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന തലത്തിൽ നടത്തുന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണം, പരിരക്ഷണം എന്നുള്ള അർത്ഥം കൺസർവേഷൻ പദ്ധതികളും പരിപാടികളായിട്ടാണ് ഇനിയും ഈ പ്രവർത്തനം ഇനിയും എന്താ പറയേണ്ടത്. ഒരു പുരസ്കാരം കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉത്തരവാദിത്വം കൂടി. ശരിക്കും പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്താൽ മതി. പുരസ്കാരം കിട്ടിയതോടെ നമ്മളെ ഉത്തരവാദിത്വം കൂടി കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങാനും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. പുരസ്കാരം ലഭിച്ചത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ പ്രചോദനമാകുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വ്യാകരണ ശിരോമണി OK മുൻഷിയുടെ സ്മൃതിയിലുള്ള മുൻഷി അവാർഡ് ഡോക്ടർ P നാരായണൻ നമ്പൂതിരിക്ക് സമ്മാനിക്കും. ഫെബ്രുവരി 1 പയ്യന്നൂർ തുമ്പക്കോവൽ AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് അവാർഡ് നിർണയ സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാകരണ ശിരോമണി OK മുൻഷിയുടെ സ്മൃതിയിലുള്ള മുൻഷി അവാർഡ് പ്രസിദ്ധ സംസ്കൃത പണ്ഡിതനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ P നാരായണൻ നമ്പൂതിരിക്ക് സമ്മാനിക്കുമെന്ന് അവാർഡ് നിർണയ സമിതി അറിയിച്ചു. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സമിതി 2010 മുതൽ നൽകിവരുന്ന അവാർഡാണിത്. 15,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനുമായ സംസ്കൃത പണ്ഡിതന് സമ്മാനിക്കുന്ന അവാർഡാണിത്. വ്യാകരണ ശിരോമണി OK മുൻഷിയുടെ 22ാമത് ചരമദിനമായ ഫെബ്രുവരി 1 തുമ്പക്കോവൽ AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. ഡോക്ടർ പീയൂഷം നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ E ശ്രീധരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും. സദനൻ നാരായണൻ അവാർഡ് സമർപ്പണം നിർവഹിക്കും. T രാധാകൃഷ്ണൻ, ഡോക്ടർ OK ഭാർഗവൻ എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തും. പരിപാടിയോടനുബന്ധിച്ച് അക്ഷരശ്ലോക സദസ്സും 30ഓളം കലാകാരന്മാരെ ആദരിക്കലും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. U നാരായണൻ, KP വിജയകൃഷ്ണൻ, P പത്മനാഭൻ, P ജഗദീശൻ, KP ശ്രീധരൻ, TP സുനിൽകുമാർ, PM ബാലകൃഷ്ണൻ, KK ബാലഗോപാലൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് തെരുവനായ ശല്യം രൂക്ഷമാകുന്നു. ബന്ധപ്പെട്ട അധികൃതർ തെരുവനായ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം.
പെരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റുള്ളവർക്കും തെരുവുനായകൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കൂട്ടം കൂട്ടമായും മറ്റു പലയിടങ്ങളിലായും ഇവ അലഞ്ഞു നടക്കുന്ന കാഴ്ചയാണ്. പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് താഴെ നായ്ക്കുട്ടികൾ കിടക്കുന്നത് പതിവാണ്. നായ്ക്കുട്ടികൾ വാഹനങ്ങളുടെ ഇടയിൽപ്പെട്ട് ചത്തുപോകുന്നതും മറ്റ് ദേഹപരിക്കുകൾ പറ്റുന്നതും പതിവായിരിക്കുകയാണ്. തെരുവുനായകൾ കാരണം പലരും ഭീതിയോടെയാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. ബന്ധപ്പെട്ട അധികൃതർ തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. CPI പാപ്പിനിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനു വേണ്ടി പണി കഴിപ്പിച്ച PK ഗോപാലൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കാന്തലോട്ട് കുഞ്ഞമ്പു അനുസ്മരണവും ജനുവരി 19 പാപ്പിനിശ്ശേരിയിൽ നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPI പാപ്പിനിശ്ശേരിയിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിനു വേണ്ടി പണി കഴിപ്പിച്ച PK ഗോപാലൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കാന്തലോട്ട് കുഞ്ഞമ്പു അനുസ്മരണവും വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പാപ്പിനിശ്ശേരിയിൽ നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും പാപ്പിനിശ്ശേരി പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവുമാണ് PK ഗോപാലൻ. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് പാപ്പിനിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ വേലിക്കാത്ത രാഘവൻ അധ്യക്ഷനാകും. ഫോട്ടോ അനാച്ഛാദനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP നിർവഹിക്കും. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, താവം ബാലകൃഷ്ണൻ, രേഷ്മ പരാഗൻ, ജിതേഷ് കണ്ണപുരം, P നാരായണൻ, P ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്ര ആണ്ടുതിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര അരങ്ങേറി. 19 ഉച്ചയോടെ കളിയാട്ടം സമാപിക്കും. കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്ര ആണ്ടുതിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര അരങ്ങേറി. പത്തൊമ്പതിന് ഉച്ചയോടെയാണ് കളിയാട്ടം സമാപിക്കുന്നത്. ക്ഷേത്രം മാതൃസമിതി അവതരിപ്പിച്ച മെഗാ തിരുവാതിര ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് തായമ്പകയും വെള്ളാട്ടവും നിറമാലയും തുടർന്ന് അത്താഴ പൂജയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാണിയാട്ട് ഗ്രാമത്തിന്റെ ഇന്നലെകൾ അടയാളപ്പെടുത്തുന്ന രാഘവൻ മാണിയാട്ട് രചിച്ച ഗ്രാമത്തിന്റെ വഴികൾ പുസ്തക പ്രകാശനം ജനുവരി 19 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തക പ്രകാശനം നിർവഹിക്കും. രാഘവൻ മാണിയാട്ട് രചിച്ച ഗ്രാമത്തിന്റെ വഴികൾ പുസ്തക പ്രകാശനം 19 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തക പ്രകാശനം നിർവഹിക്കും. യുവകലാസാഹിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാധാകൃഷ്ണൻ പെരുമ്പള പുസ്തകം ഏറ്റുവാങ്ങും. TV ബാലൻ അധ്യക്ഷനാവും. EP രാജഗോപാലൻ പുസ്തക പരിചയം നടത്തും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് PP കുഞ്ഞികൃഷ്ണൻ മന്ത്രിയെ ആദരിക്കും. PP പ്രസന്നകുമാരി, CV ചന്ദ്രമതി, MV സുജാത, രവീന്ദ്രൻ മാണിയാട്ട്, PK റഹീന, MV കോമൻ നമ്പ്യാർ, പ്രൊഫസർ KP ജയരാജൻ, ഡോക്ടർ VPP മുസ്തഫ, K രാജേഷ് കുമാർ, തൃക്കരിപ്പൂർ പ്രസ് ഫോറം സെക്രട്ടറി ഉറുമീസ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിക്കും. തുടർന്ന് നാടൻപാട്ട് അരങ്ങേറും. പത്രസമ്മേളനത്തിൽ C നാരായണൻ, ഷിജോയ് മാണിയാട്ട്, K റിലീഷ്, M അശോകൻ, MK മോഹനൻ, C സുരേഷൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ബൈത്തു സക്കാത്ത് കേരള ചികിത്സാ സഹായ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനം 19 തൃക്കരിപ്പൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 23 വർഷമായി സംഘടിത സകാത്ത് സംഭരണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബൈത്തു സക്കാത്ത് കേരള വീട് നിർമ്മാണം. 2023-24 സാമ്പത്തിക വർഷം അനുവദിച്ച ചികിത്സാ സഹായ പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനം 2024 ജനുവരി 19 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടക്കും.
പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയ തങ്ങൾ പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിക്കും. M രാജഗോപാലൻ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബൈത്തു സഖാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, കാസർഗോഡ് ഹസനത്തുൽ ജാരിയ ജുമാ മസ്ജിദ് ഖതീബ് അത്യുഗ് റഹ്മാൻ അൽ ഫൈദി, കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞഹമ്മദ് പാലക്കി, ബൈത്തു സഖാത്ത് കേരള വൈസ് ചെയർമാൻ UP സിദ്ദിഖ് മാസ്റ്റർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഉമർ എന്നിവർ പങ്കെടുക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സയ്യിദ് ഉമർ, BK മുഹമ്മദ് കുഞ്ഞി, ഷഫീഖ് നസ്രുള്ള, KVP കുഞ്ഞഹമ്മദ്, മജീദ് നരിക്കോടൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ കുണിയൻ പുഴക്കര ശ്രീ പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനം ജനുവരി 19 രാവിലെ 6:30 മുതൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ കൊറ്റിയിലെ ഫാൻ സൂപ്പർമാർക്കറ്റിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കൾ പിടികൂടി. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. പയ്യന്നൂർ കൊറ്റിയിൽ വീട്ടിൽ നിർത്തിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് നേരെയുണ്ടായ അക്രമത്തിനെതിരെ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. കൊറ്റി വാടിപ്പുറത്തെ ഷാഹുൽ ഹമീദിന്റെ ഓട്ടോറിക്ഷയാണ് അക്രമത്തിനിരയായത്. ഇത് 2ാം തവണയാണ് ഷാഹുൽ ഹമീദിന്റെ ഓട്ടോറിക്ഷ ആക്രമിക്കപ്പെടുന്നത്. ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തൃക്കരിപ്പൂരിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITVന്റെ നേതൃത്വത്തിൽ ഓട്ടോ ചങ്ങല തീർത്തു. കർഷക തൊഴിലാളി ഫെഡറേഷൻ മാടായി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.